ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു കോഴി ഫാമിലാണ്. കോഴിയെ വളർത്തുന്ന രീതിയും അതിൻ്റെ മരുന്നുകളുടെ കാര്യങ്ങളും അതുപോലെ എത്ര കോഴി ഇടാൻ പറ്റും ആ രീതിയിലുള്ള വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇത് മനോജ് കണ്ടത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. മനോജ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് മനോജ്. മനോജ് പിന്നെ ശരിക്കും നല്ലൊരു കർഷകനാണ്. കഴിഞ്ഞ പ്രാവശ്യം മനോജിന് പുൽപ്പള്ളി പഞ്ചായത്തിന്റെ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് മേടിച്ചിട്ടുള്ള ആളാണ്. ഒരുപാട് മേഖല മനോജ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, മീന്, കാർഷിക മേഖലയിൽ കാപ്പി, കുരുമുളക് എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കർഷകനാണ്. അതുപോലെ തന്നെ വേറെന്താ കൃഷിയുള്ള പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ കാർഷിക മേഖല വിവിധ തലങ്ങളിലാണ് മനോജ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ലൊരു കർഷകനാണ്. നമുക്ക് മനോജിനോട് തന്നെ ചോദിക്കാം. മനോജ്, ഈ ഫാം തുടങ്ങിയിട്ട് എത്ര വർഷമായി? തുടങ്ങിയിട്ടൊരു 10 വർഷം. ഇതിലെത്ര കോഴികളൊക്കെ ഉള്ളൂ? 2000 കോഴിയിടാം. ഈ കുഞ്ഞുങ്ങൾ എത്ര ദിവസം കൂടുമ്പോഴാണ് ഇവിടെ വരുന്നത്? എത്ര കുഞ്ഞിനെ കിട്ടുക നമുക്ക്? ഇന്ന് വിരിഞ്ഞാൽ നാളത്തേക്ക്. ഇന്ന് വിരിയുന്ന കുഞ്ഞ് നാളെയാണോ ഉണ്ട്? നാളെ രാവിലെ എത്തും. ഇത് ബ്രോയിലറാണോ മുട്ട കോഴിയാണോ? ബ്രോയിലറാണ്. ആ ബ്രോയിലർ കോഴിക്ക് എത്ര ദിവസം ആവശ്യമുള്ളത് ശരിക്കും നമ്മൾ ഇതിന് വിൽക്കാൻ? 40-45 ദിവസത്തിനുള്ളിൽ. 40-45 ദിവസത്തിനുള്ളിൽ വിൽക്കാം. അപ്പൊ എത്ര വെയിറ്റ് വരും? 2.5 കിലോ. 2.5 കിലോ വരും. അപ്പൊ 2.5 കിലോ വെയിറ്റ് വരണമെങ്കിൽ നമ്മൾ എന്താണ് ഇതിന് കൊടുക്കുന്നത്? കോഴിക്കുഞ്ഞിന് സാധാരണ തീരെ മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട, ഒന്നും ആവശ്യമില്ല. അസുഖം വരാതിരിക്കാനുള്ള വാക്സിൻ കൊടുക്കും. പലരും പറയുന്നതിന് ഹോർമോൺ കൊടുക്കാറുണ്ട്, അങ്ങനെ പറയാറുണ്ട്. വെറുതെ പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ബ്രീഡ് നല്ലതായതുകൊണ്ടാണ്. നല്ല ബ്രീഡ് നന്നായിട്ട് വളരും. അപ്പൊ ഈ കോഴിക്കുഞ്ഞ് നന്നായി വളരുന്നതിന് കാരണം ബ്രീഡിന്റെ തീറ്റയുടെ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? തീറ്റ സാധാ തീറ്റയാണ് കൊടുക്കുന്നത്. എന്ത് തീറ്റയാണ് നിങ്ങൾ കൊടുക്കുന്നതിന്? നമ്മള് കുഞ്ഞുങ്ങൾ വരുമ്പോ സ്റ്റാർട്ടർ കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞ് സ്റ്റാർട്ടർ കൊടുക്കും, പിന്നെ ഫിനിഷർ കൊടുക്കും. അങ്ങനെ പ്രത്യേക കമ്പനിയുടെ തീറ്റകൾ അങ്ങനെ എന്തെങ്കിലും ആണോ? കമ്പനി തീറ്റയാണ്. ഏത് കമ്പനിയുടെ കൊടുക്കുന്നത്? CP എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ തീറ്റയാണ് ഇവര് കോഴിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 45 ദിവസം കൊണ്ട് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് 45 ദിവസം തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ കോഴി വളരും. എത്ര കിലോ തീറ്റ ഒരു കോഴിക്ക്? ഒരു കിലോയ്ക്കാണ് വരുന്നത്. ഒരു കിലോയ്ക്ക് 1.600-1.700 തീറ്റ. 1.600 തീറ്റ കൊടുത്താൽ 1 കിലോ കോഴിയാവും. 1 കിലോ കോഴി കിട്ടണമെങ്കിൽ 1.600 തീറ്റയാണ് ആവശ്യമുള്ളത്. അപ്പൊ ആ രീതിയിലാണ് മനോജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതല്ല, ഇനിയും വേറെ ഫാമുകളുണ്ട്. മനോജിന് മൊത്തത്തിൽ എത്രയുണ്ട് കപ്പാസിറ്റി? 7000 കോഴി ഇടാനുള്ള കപ്പാസിറ്റി ഉള്ള ഫാമാണ് മനോജിനുള്ളത്. ഇത് 2000 ഉള്ളൂ. ഇതുപോലെ വേറെ ഫാമുകളുണ്ട്, അതിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതെന്തിനാ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്? തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഈ ഷീറ്റ് ഇട്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. മനോജ്, ഇതെന്താണ് ഒരു വലിയ ഡ്രമ്മൊക്കെ അവിടെ വെച്ചിട്ടുണ്ടല്ലോ? ഇതിനുള്ളത് നമ്മൾ ഇതിനകത്ത് വിറക് ഇട്ട് തീ കത്തിച്ച് കുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുക്കും. ഇതിനകത്തിട്ട് തീ കത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അല്ലാണ്ട് മറ്റുള്ള കറണ്ട് കാര്യങ്ങൾ ഒന്നും വേണ്ട. വൈദ്യുതി വേണ്ട. വൈദ്യുതി വെളിച്ചം മാത്രം കൊടുക്കും. വെളിച്ചം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മറ്റുള്ള ബ്രൂഡർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. മറ്റു പല ഫാമുകളിൽ അങ്ങനെ ബ്രൂഡർ കിട്ടുന്നത് പറയുന്നത് അല്ല. കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശരിക്കും വരാണ് വിറകിട്ടാണ് കത്തിക്കുന്നത്. ശരി, വിറകിട്ട് വെച്ചാൽ മതി, നല്ല ചൂടായി. അപ്പൊ എത്ര ദിവസം കൊടുക്കണം ഇതേപോലെ ചൂട്? നമ്മളൊരു 9 ദിവസം 10 ദിവസം 9 ദിവസം കൊടുക്കണം. ഈ ഡ്രമ്മില് വിറകിടും, എന്നിട്ട് കത്തിക്കും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് പൊള്ളലേക്കില്ല ഇങ്ങനെ അടുത്തേക്ക് വന്നാൽ? ചൂട് ആവശ്യമുള്ളത് മാത്രമേ അതിന്റെ അടിയിൽ വരുള്ളൂ. അപ്പൊ ഈ വട്ടം എങ്ങനെ വെച്ചിരിക്കുന്നത് എന്തിനാ? കുഞ്ഞുങ്ങളിടാൻ വേണ്ടിട്ട് ആദ്യം വരുന്ന 2000 കുഞ്ഞുങ്ങൾ ഇതിന്റെ ഉള്ളിലാണ് ഇടുക. അപ്പൊ അതിന് ശേഷം എന്ത് ചെയ്യും? ഇതിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ ദിവസം കഴിയുമ്പോൾ തുറന്ന് കൂട്ടി വിടും. ഈ പാത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഓട്ടോമാറ്റിക് ആണ്. ഇതിന് വെള്ളം തന്നെ ടാങ്കിൽ അടിച്ചാൽ മതി, വെള്ളം ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക് ആണ്. കുടിക്കുന്നതനുസരിച്ച് വരും, തീരുന്നതനുസരിച്ച് വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ശരി. വെയിറ്റ് കുറയുമ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇത് ഓവർഫ്ലോ ആയി പോവില്ല. അപ്പൊ തീറ്റ കൊടുക്കുന്നത് എങ്ങനെയാണ്? വേറെ പാത്രമുണ്ട്. അത് ശരി, വേറെ പാത്രത്തിലാണ് തീറ്റ ഇട്ട് കൊടുക്കുന്നത്. ഇത് വെള്ളത്തിന് വേണ്ടി മാത്രമാണ്. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളിൽ നിന്ന് കുടിക്കുവോ? ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേറെ പാത്രം. അതിന് വേറെ പാത്രമാണുള്ളത്. ഓക്കെ, അത് നമുക്ക് കാണാവോ? ഇത് ചെറിയ വെള്ളം കൊടുക്കും. ഇത് ഇതിനകത്ത് വെള്ളം നിറയ്ക്കും. എന്നിട്ട് ഇതിങ്ങനെ അങ്ങനെ അടച്ചിങ്ങനെ വെക്കും, ഇങ്ങനെ തിരിച്ചു വെക്കും. സ്റ്റാൻഡ് ഉണ്ട്. ശരി. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോഴി കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് വെള്ളം കുടിച്ചോളും, കുഴപ്പമില്ല. അപ്പൊ തീരുമ്പോ എന്ത് ചെയ്യും? ഇത് തീർന്നു കഴിയുമ്പോൾ നമ്മൾ നിറച്ചു കൊടുക്കും, വേറെ വെക്കും. അപ്പൊ ഈ പാത്രത്തിന്റെ പ്രത്യേകത ഒന്ന് പറയാമോ? ഇത് നമ്മളൊരു 4-5 ദിവസം കഴിയുമ്പോൾ ഇത് താത്തി കൊടുക്കും. വെള്ളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ താത്തി കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കുടിക്കുന്നതനുസരിച്ച് വെള്ളം കുടിക്കുന്നതനുസരിച്ച് വെള്ളം ഇതിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, നിറഞ്ഞു പോവില്ല. അപ്പൊ ഇവിടെ വൃത്തികേടാവില്ല. അപ്പൊ അതിനുള്ള ഓട്ടോമാറ്റിക് പാത്രമാണ് ഇത്. ശരി. ഇതിന്റെ പേരെന്താ? ഡ്രിങ്കർ, ഓട്ടോമാറ്റിക് ഡ്രിങ്കർ എന്ന് പറയും. അതാണ് ഈ സാധനം അല്ലെ? ഈ കയറ് വെച്ച് ഇങ്ങനെ വലിച്ച് പൊന്തിക്കാൻ പറ്റും. അത് കോഴി വലുതാവുന്നതനുസരിച്ച് ഇങ്ങനെ പൊന്തിച്ചു കൊടുക്കും. അങ്ങനെ വലിയ വലുതാവുന്നതനുസരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ പാത്രത്തിന്റെ പ്രത്യേകത അല്ലെ? ഇനി വേറെ പാത്രം കാണില്ല. എന്തിനാ? ചെറിയ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വേറെ പാത്രം വേണം. ശരി.
ഓക്കെ ഓക്കെ. ആ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത്. ആ ഇതിങ്ങനെ വെച്ച് ആ ഇങ്ങനെ പ്രസ്സായി കഴിഞ്ഞാൽ ആ അതവിടെ ഇരുന്നോളും. ആ ഇതില് വെള്ളം തീറ്റ ഇട്ട് കഴിഞ്ഞാല് കണ്ടല്ലോ, ഇതേപോലെ ഒരു പാത്രമാണ്. ഇതിൽ തീറ്റ ഇട്ട് കഴിഞ്ഞാൽ പാത്രത്തിന്റെ അടിയിലോട്ട് തീറ്റ പോകും, കുത്തി കളയാൻ പറ്റില്ല, തീറ്റ വന്നോളൂ. ചകഞ്ഞ് കളയാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ ഓക്കെ. അപ്പൊ ആ രീതിയിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഇതാണിത്. വലുതിന് കൊടുക്കുന്നത് ഇതാ. ആ ഇപ്പൊ അതിന് മൂടിയില്ലേ? മൂടിയുണ്ടോ? ആ ഉണ്ട്. ബക്കറ്റ് ഇങ്ങനെ കണക്ക്. ആ ഇത് ഇങ്ങനെ വെക്കും. ആ ഇതിപ്പോ അത് ശരി. അപ്പൊ അത് തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ പുറത്ത് പോകാതിരിക്കാൻ. ഓ അത് ശരി. തീറ്റ നിറച്ചിട്ട് വെക്കും. ആ താഴെ കൊത്തി തിന്നോളും. ആ നിറച്ചു കൊടുക്കും. ഇതിങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് ഫാമിലി? ആ തൂക്കിയിടുന്ന ഇത് തൂക്കി പാത്രമാണ് അല്ലേ? ആ ഈ കയറിൽ തൂക്കിയിടും. ഇതേപോലെ തന്നെ വെള്ളം ഇട്ടിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ തൂക്കിയിടും. അത് ശരിയാ. അതനുസരിച്ച് കയറ് താത്തി കൊടുക്കുമ്പോ. ഓക്കെ. മനോജ് ഇവിടെ വിരിച്ചിട്ടുണ്ടല്ലോ, ഇത് എന്താണ് സാധനം? അറക്കപ്പൊടിയാണ്. ആ അറക്കപ്പൊടി, അതായത് മരത്തിന് അറക്കപ്പൊടി. അറക്കപ്പൊടി. ആ അങ്ങനെയൊക്കെ എല്ലാം ഇടാം. ഇതെന്തിനാ എങ്ങനെ ഇടുന്നത്? ഇത് കോഴികൾക്ക് ഇതിനകത്ത് ഇതിനകത്താണ്. ഇതെല്ലാ ദിവസവും ഇളക്കിയിട്ട് ഇളക്കിയിടും. ഇതെല്ലാ ദിവസവും ഇളക്കണം, ഇല്ലെങ്കിൽ സ്മെല്ലാവും, ബാക്ടീരിയ ഒക്കെ ബാധിച്ച് വലിയ പ്രശ്നങ്ങളാവും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇളക്കിയിടുന്നത് അല്ലെ? അപ്പൊ ഇതിങ്ങനെ ഈർച്ചപ്പൊടി ഇങ്ങനെ കൊണ്ടുവന്ന് വിരിച്ചിട്ട് അതിന് മുകളിലാണ് കോഴി കുഞ്ഞുങ്ങൾ വിടുന്നത്. അപ്പൊ അവിടുന്ന് ബ്രൂഡിംഗ് സിസ്റ്റം കഴിഞ്ഞാല് ഓടി വിടുമ്പോ ഇത് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം മൊത്തം ഇടും ഇതേപോലെ. അപ്പൊ ഒരു എത്ര പ്രാവശ്യം ഇട്ട് ഇങ്ങനെ ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ? ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഇത് മാറ്റണം. 45 ദിവസം കഴിയുമ്പോൾ വളമായിട്ട് വരും. ഇതെന്തിനൊക്കെ ഈ വളം ഉപയോഗിക്കാം? ആ കാപ്പി കുടിക്കൊക്കെ. മനോജിന് കാപ്പി ഇത് തന്നെയാണ് ഇടുന്നത്. ഇവിടെയുള്ള കുരുമുളക് കൃഷിയും എല്ലാത്തിനും ഈ വളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റു വളം ഇടാറില്ല. രാസവളം ഇടും, അത്രേ ഉള്ളൂ. രാസവളം മാത്രം. ഇതിട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും ആവശ്യമില്ല. എല്ലാ ഇതും ഇതിനകത്തുണ്ട് അല്ലേ? അപ്പൊ കോഴിവളം ഏറ്റവും നല്ലൊരു അത്യുത്തമ വളമാണ്. അത് കുരുമുളക് കൃഷിക്കും അതുപോലെ തന്നെ കാപ്പി കൃഷിക്കും മനോജിന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. വളരെ നല്ല വളമാണ് ഇത് കോഴിവളം. 15 വർഷമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്, വേറെ ഒന്നും ഇടുന്നില്ല. അപ്പൊ ബാക്കി അധികമുള്ള ആരും എന്ത് വില കിട്ടും ഒരു ചാക്കിന്? 160 രൂപ കിട്ടും ഒരു ചാക്കിന്. അത് എത്ര 50 കിലോ ഉണ്ടാവുമോ? 50 കിലോ ചാക്കിന് ഏതാണ്ട് 160 രൂപയ്ക്കാണ് അവര് സെയിൽ ചെയ്യുന്നത്. അത് ഒരുപാട് ആൾ വാങ്ങാനുണ്ട്. ആവശ്യക്കാരുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. കാരണം ഇത് ഏറ്റവും നല്ല വളമായതുകൊണ്ട് തന്നെ ആളുകൾ വാങ്ങാൻ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം നമുക്ക് കാണാം, മനോജിന്റെ കാപ്പിത്തോട്ടത്തിൽ ഇറങ്ങാം, അവിടെ ഇഷ്ടം പോലെ കാപ്പി കായ പിടിച്ചിട്ടുണ്ട്. കാരണം അത് ഈ വളം ഇട്ടുകൊണ്ടാണെന്നാണ് മനോജ് പറയുന്നത്. നമുക്കതും കാണാം. വേനൽക്കാലത്ത് ഇവിടെ ചൂട് കൂടുതലൊക്കെ അങ്ങനെയൊക്കെ വരാറുണ്ടോ? അപ്പൊ എന്ത് ചെയ്യും? സ്പ്രിംഗ്ലർ വെച്ച് നനയ്ക്കണം, അല്ലെങ്കിൽ കോഴി കുഴപ്പമാണ്. ശരി. ചത്തു പോകാൻ സാധ്യതയുണ്ട്, കൂടുതലുണ്ട്. അപ്പൊ സ്പ്രിംഗ്ലർ വെച്ച് നനച്ചു കൊടുക്കും. അപ്പൊ ശരി, നല്ല രീതിയിൽ നനഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ആസ്പെറ്റോസ് ആണ് നിങ്ങൾ ഇട്ടുള്ളത് അല്ലെ? ആസ്പെറ്റോസ് ആണ് ഇട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ചൂട് കൂടും. അല്ലാതെയുള്ള ഫാമുകൾ ഉണ്ടല്ലോ, ടിൻ ഷീറ്റ് ഒക്കെ ഇട്ടുള്ള അതിനും കൂടുതലാണ്, ഇതിനും കൂടുതലാണ്. എല്ലാത്തിനും ചൂട് കൂടും. വേനലായി കഴിഞ്ഞാൽ നനച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ ഒരു എത്ര പ്രാവശ്യം നനയ്ക്കേണ്ടി വരും? കുറച്ച് നേരം സ്പ്രിംഗ്ലർ ഇട്ട് കൊടുക്കും, ഓട്ടോമാറ്റിക്കലായിട്ട് നനഞ്ഞോളും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് വേനൽക്ക് അങ്ങനെ നമുക്ക് പ്രശ്നങ്ങളില്ല. വർഷകാലത്ത് തണുപ്പിന് ആണ്, അല്ല എല്ലാ സമയത്തും തണുപ്പിന് നമ്മൾ ഈ ചൂട് കൊടുക്കുന്നുണ്ട്, കൃത്രിമ ചൂട് കൊടുക്കുന്നുണ്ട്. 10 ദിവസത്തേക്ക് വേണ്ട. വേറെ മറ്റുള്ള യാതൊന്നും ഉപയോഗിക്കുന്നില്ല. കറണ്ട് ബില്ലൊന്നും വരില്ല, ഒന്നും വരില്ല. ഈ വിറക് മാത്രം മതി. ഓക്കെ. മനോജ്, ഇത് ആദ്യം ഈ കൃഷി പെട്ടെന്ന് ഇതിലേക്ക് വരികയാണുണ്ടായി, അതോ ഇതിന് വേറെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പ്രചോദനമാണോ, ആരെങ്കിലും പറഞ്ഞിട്ടാണോ തുടങ്ങാൻ കാരണം? ചാച്ചന്റെ തുടങ്ങിയതാണ്. അപ്പൊ അതിന്റെ പിൻഗാമിയായിട്ട് ഞാനിങ്ങനെ പോകുന്നു മാത്രം. ചാച്ചന്റെ കൂട്ടുകാരൻ ഇങ്ങനെ ഒരു തുടങ്ങി കഴിഞ്ഞപ്പോ അതിൽ നിന്ന് ഒരു 500 കോഴി സ്വന്തമായിട്ട് വളർത്തി അങ്ങനെ തുടങ്ങിയതാണ്. എത്ര വർഷമായിട്ട് ആരംഭിച്ചിട്ട്? 25 വർഷം പഴക്കമുണ്ട്. അപ്പൊ റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല രീതിയിൽ 97 തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ വരുമാനം ഉള്ളതുകൊണ്ടാണ് വിടാത്തത് അല്ലെ? നല്ല രീതിയിൽ വരുമാനമുണ്ട്, കുഴപ്പമില്ല. പോകണ്ട, ഒരു തൊഴിൽ അന്വേഷിച്ച് പോകണ്ട. അപ്പൊ പുതിയ തൊഴിൽ അന്വേഷകർക്കും ഇത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരു കോഴി ഫാം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇതെങ്ങനെ സ്വന്തമായിട്ട് ഇടുകയാണോ മനോജ്, അതോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെയും ഇറക്കി തരുന്ന കോഴിയാണ് ലാഭം? അതെന്താ അതിന്റെ കാരണം? സ്വന്തമായിട്ട് ഇടണമെങ്കിൽ നമുക്ക് കണ്ടമാനം കോഴി വേണം. 25,000-30,000 നമുക്ക് മുതലാവുള്ളൂ, കോഴി കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാലേ മാർക്കറ്റിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ, വിലയിൽ കൺട്രോൾ ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ മനോജ് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ കുറഞ്ഞ കോഴി ഒക്കെ ഒരു 2000, 5000, 10,000 ഒക്കെ കോഴി ഇട്ടിട്ട് സ്വന്തമായിട്ട് ഇടുന്നത് ലാഭകരമല്ല. അതിന്റെ കാരണം വിപണിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ, കൊടുക്കണമെങ്കിൽ ഒരു 10,000, 50,000, ഒരു 30,000, 50,000 കോഴി ഒക്കെ ഇടാൻ പറ്റുമെങ്കിൽ മാത്രമേ ആ രീതി ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ മറ്റുള്ള ടീമിന് കൊടുത്തില്ല, ഇന്റഗ്രേറ്റേഴ്സ് അല്ലെ,
ഇന്റഗ്രേഷൻ ചെയ്യാം അല്ലെ? ഇൻഡക്ഷൻ അല്ലേ നമുക്കും പിടിച്ചു വെക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇന്ന് മാർക്കറ്റ് കുറവാണെങ്കിൽ ചിലപ്പോ കുറവായിരിക്കും. വില കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. കോഴിയുടെ വില സ്ഥിരമല്ല. വില കുറവായിരിക്കും. പിന്നെ രണ്ടാമത് കൊടുക്കുമ്പോൾ വില നമുക്ക് കോഴി കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് വില ഏറ്റക്കുറച്ചിലുള്ള ഒരു ഫീൽഡാണ്, മേഖലയാണ്. അതുകൊണ്ട് സാധാരണ ചെറുകിട കർഷകർക്ക് ഒരിക്കലും സ്വന്തമായിട്ട് ചെയ്യുന്നത് ലാഭകരമായിരിക്കില്ല എന്നാണ് മനോജ് പറയുന്നത്. മനോജിന് അനുഭവം വെച്ചിട്ടാണ് 25 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് മനോജിനുള്ളത്. അപ്പൊ മനോജ് പറയുന്നത് ഇങ്ങനെ കോഴി ഫാം തുടങ്ങുകയാണെങ്കിൽ അവർ ഇന്റഗ്രേറ്റഡ് രീതിയിൽ അല്ലെ, അത് മറ്റുള്ള പുറത്തുള്ളവര് തീറ്റ അവരെന്തൊക്കെ തരും, എല്ലാം തരും. നമ്മള് പണി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ അടിസ്ഥാന സൗകര്യം നമ്മൾ ഒരുക്കണം. അടിസ്ഥാന സൗകര്യം ഒരുക്കി കഴിഞ്ഞാൽ പാത്രം തുടങ്ങിയ എല്ലാ സാധനവും നമ്മൾ ഒരുക്കണം. പിന്നെ വേണ്ടത് ചൂട്, അതായത് വെളിച്ചം, ചൂട്, വെള്ളം, ഇതൊക്കെ നമ്മൾ കൊടുക്കണം. മരുന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ തരും. അങ്ങനെ ഒരു മരുന്നിന്റെ ആവശ്യമില്ല എന്നുള്ള പറഞ്ഞു നേരത്തെ പറഞ്ഞ വാക്സിൻ മാത്രമേ ഉള്ളൂ. വലിയ അസുഖങ്ങളൊന്നും വരാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോ തുടക്കക്കാർക്ക് ഇതാണ് നല്ലത്. സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വന്തമായിട്ട് തുടങ്ങാതിരിക്കുക. ഏറ്റവും ലാഭകരമായ രീതി ഇതാണ്. കാരണം വില ഏറ്റക്കുറച്ചിലുള്ളതുകൊണ്ട് ഇതിന് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെ? ഇത് നഷ്ടം ഉണ്ടാവില്ല. 1 കിലോയ്ക്ക് എത്ര രൂപ കിട്ടും നമ്മൾ തിരിച്ചു കൊടുക്കും? 7 രൂപ 7.5 രൂപ അങ്ങനെയാണ്. വളർത്തി കൊടുത്താൽ നമുക്ക് 7 രൂപ കിട്ടും. 7.5 വരെ കിട്ടും. 7 രൂപ വരെയാണ് മനോജിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന 1 കിലോയ്ക്ക് അല്ലെ? അപ്പൊ നമുക്ക് ഒരു ഫാമിൽ 2000 കോഴി ഉണ്ടെങ്കിൽ എത്ര രൂപയുടെ സാധനം ഉണ്ടാവും? 2000 കോഴിയാണ് ശരിക്കും കിലോ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 40,000 രൂപകളും കിട്ടും. 40,000 രൂപകൾ ഈ ഒരു ഫാമിൽ നിന്ന്. അപ്പൊ അത് എത്ര 45 ദിവസം ഉണ്ട്. ഈ 45 ദിവസം ഉണ്ട്. പിന്നെ ഇടവേള ഉണ്ടോ ഇതിന് ഇടാൻ, കോഴി ഇടാൻ? 10 ദിവസം ഗ്യാപ്പ് വരും. ഇത് ക്ലീൻ ചെയ്ത് അപ്പൊ മരുന്ന് എന്തിലടിയോ? മരുന്നടിക്കും. ക്ലീൻ ചെയ്യാൻ വേണ്ടി, അനുഭവത്താക്കാൻ വേണ്ടിട്ട്. അങ്ങനെ അത് അടിച്ച് ക്ലീൻ ആക്കിയതിനു ശേഷം പിന്നെ ഒരു 10 ദിവസം 15 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇടും. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 50-55 ദിവസം ഗ്യാപ്പ് വരുന്നുള്ളൂ. അപ്പൊ ഒരു 60 ദിവസം തന്നെ കൂട്ടിയാൽ പോലും അല്ലെ? 2 മാസം 60 ദിവസം. 2 മാസത്തിൽ ഒരു ബാച്ച് എന്തായാലും ഇടാം. ആ ഒരു 6 ബാച്ച് ഇടാൻ പറ്റും. 6 ബാച്ച് ഇടാൻ ഇങ്ങനത്തെ ഒരു ഫാം ഉണ്ടെങ്കിൽ ഏതാണ്ട് 2,40,000 രൂപകൾ നമുക്ക് ഒരു ആവറേജ് കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ഒരു മേഖലയിൽ അത്രയും വലിയൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ ഇതാണ്. കാരണം നമുക്ക് വേറെ പണിക്കാരുണ്ട് ഇവിടെ ഇല്ല, സ്വന്തമായിട്ട് ചെയ്യുന്നത്. മനോജ് സ്വന്തമായിട്ടാണ് ഇത്രയും 7,000 ഫാം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത് നല്ലൊരു സംവിധാനമാണ്. കാരണം ആർക്കെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ മേഖലയിലോട്ട് കടന്നു വരാൻ പറ്റും. അതിന് നല്ലൊരു സംരംഭകനാണ് മനോജ്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആണ് ചെയ്തത്. കാരണം കോഴി കർഷകനായിട്ടുള്ള മനോജിന്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും ആണ് നമ്മളോട് പങ്കുവച്ചത്. ഇനി അടുത്ത ദിവസം തന്നെ ഈ ഫാമിലേക്ക് കോഴി കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അപ്പൊ കോഴി കുഞ്ഞുങ്ങൾ വരുമ്പോൾ അതിന്റെ ഭാഗം കൂടി നമുക്ക് അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.